ഇത് മോൻ്റെ കാല് ഇന്നലെ കളിക്കുമ്പോൾ കല്ലിന് ഉരങ്ങിയതാണ്. സന്ധ്യക്കായതുകൊണ്ട് പിന്നെ ഡോക്ടറെ അടുത്തൊന്നും പോകാൻ തന്നിട്ട് മരുന്ന് ഇടിയുള്ള ചെടിയിൽ നിന്ന് ആക്കി കൊടുത്തതാണ്. ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് തന്നെ നല്ല ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടത്. ഇത് മുറിവിൽ വെക്കുമ്പോൾ ചെറുതായിട്ടൊരു നീറ്റലുണ്ടാവും. ഒരു 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും നല്ല ആശ്വാസം ഉണ്ടാവും. വേദനയുള്ളതെല്ലാം പോവുകയും ചെയ്യും. ഇതുപോലുള്ള മുറിവിന് നമ്മൾ ഡോക്ടറെ അടുത്തൊന്നും പോകാൻ മെനക്കെടില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു ചെടിയുണ്ട്. അത് മരുന്നാണെന്ന് പലർക്കും അറിയില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെടി. ഉണ്ടോ? നമ്മൾ ചെറിയൊരു ചെടി കൊണ്ട് നട്ടതാണ്. നിറയെ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെടികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ആവശ്യമില്ലാന്ന് കരുതിയിട്ട് പറിച്ച് കളയുകയും ചെയ്യരുത്. എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു നടണം. കാരണം എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ കഴിയില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ അവരെപ്പോഴും വീഴുകയും പൊട്ടുകയൊക്കെ ചെയ്യുന്നതല്ലേ. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ കാലിനായാലും ഒന്ന് ചെറുങ്ങനെ മുറിവൊക്കെ പറ്റിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മരുന്നായത്. ഇതിന് ഞങ്ങളിവിടെ മുറികൂട്ടി എന്നാണ് പറയുക. എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ പറയുന്നത് മുറികൂട്ടി എന്നാണ്. കാരണം പെട്ടെന്ന് മുറിവ് കൂടുന്നുണ്ട്. ചോര നിൽക്കുകയും ചെയ്യും. മുറിവ് പെട്ടെന്ന് തന്നെ കരിയാൻ തുടങ്ങുകയും ചെയ്യും. നമുക്കിപ്പം മോൻ്റെ കാലിനുള്ള മുറിവിന് വെക്കാൻ ഇതിൻ്റെ 2-3 ഇല പറിച്ചെടുക്കാം. ഇതെങ്ങനെ ആക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ചോദിക്കും, ഇത് മുറിവൊക്കെ പറ്റിയാൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം ചെയ്താൽ പോരെ എന്നുള്ള ചിന്ത വേണ്ട. കുഞ്ഞു കുഞ്ഞു മുറിവുകളാണ് ഞാൻ പറഞ്ഞത്. വലിയ വലിയ മുറിവിൻ്റെ കാര്യമല്ല പറഞ്ഞത്. കുഞ്ഞുങ്ങളൊക്കെ വീണ് പൊട്ടുകയും അല്ലാതെ നമ്മുടെ കാലിന് പെട്ടെന്നൊരു ചെറിയ കല്ല് കൊണ്ടോ അല്ലെങ്കിൽ കുറ്റി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന മുറിവിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഈ പറഞ്ഞത്. വലിയ വലിയ മുറിവിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യണം. ഞാനിങ്ങനത്തെ 3-4 ഇല എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചിട്ട് വന്നതാണ്. മോൻ്റെ കാലിന് ഇന്നലെ മരുന്ന് രാത്രിയിൽ വെച്ച് കൊടുത്തു. ഇന്നിപ്പോൾ രാവിലെ മോൻ്റെ കാലിനൊന്നും കൂടെ പറ്റി കൊടുക്കാൻ പോയത്. അതെങ്ങനെയാണ് അതിൻ്റെ നീരെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന രീതിയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല. ഇടിക്കുന്ന ചെറിയ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുത്തിയിട്ട് നീരെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കൈവെള്ളയിൽ ഇങ്ങനെ ഇത് ഇല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടിങ്ങനെ നീരിടണം. നീരിടുമ്പോൾ അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് വരും. ഇത് ഇനി നമ്മൾ കാലിന് മെല്ലെ മുക്കിയിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ കുഞ്ഞിന് കാലിന് നീര് മെല്ലെ ഇങ്ങനെ ഇട്ടിച്ച് കൊടുക്കണം.